ഓച്ചറ എത്തി. ഭയങ്കര ചൂടായിരുന്നേ ഓച്ചറ. അങ്ങനെ തേണ്ട അമ്പലത്തിൻ്റെ ഈ ആൽത്തറയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അങ്ങനെ ഇവിടെ വന്ന് അമ്പലത്തിൻ്റെ ഭഗവാന്റെ വാഹനമായ നന്ദിയെ എല്ലാവരും തൊഴുത് അകത്ത് കയറി അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഞങ്ങളിവിടെ വന്ന് ഈ ആൽത്തറയിൽ വന്ന് ഇത്തിരി നേരം ഇരിക്കും. ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു. അപ്പം ഞങ്ങൾ ആ കാളയെ തൊഴുതപ്പോൾ അവിടെ നിന്ന അവിടെ ഈ കാളകളെ ഇവിടെ സൂക്ഷിക്കുന്ന ഒരു എരുത്തിലുണ്ടല്ലോ, ആ എരുത്തിലിൽ ഞങ്ങൾ കയറിയായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞു ഇങ്ങനെ കാള ഒരാളെ കുത്തി, ഹോസ്പിറ്റലിലായിരുന്നു, ഇപ്പോൾ വന്നു. അത് എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ ബന്ധുവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇതാണ് കാളകളെ സൂക്ഷിക്കുന്ന എരുത്തിൽ. ഇവിടെ നല്ല വൃത്തിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവർക്ക് വെള്ളവും ഫാനും ഒക്കെയുണ്ട്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ 2 പേര് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കരുതിയത് ഇവിടെ അകത്ത് കയറാൻ. ഞാൻ ഇത്രയും നാളായിട്ട് എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നിങ്ങനെ എരുത്തിൽ കയറിയിട്ടില്ല. ഇന്ന് വന്നപ്പം 2 കൂട്ടർ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പം കയറാവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെരുപ്പ് ഊരി ഇട്ടിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറി, അവരെയൊക്കെ തൊട്ടു. അവർക്ക് നല്ല ശാന്ത സ്വഭാവമാണ്, ആർക്കും ദേഷ്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അത് കണ്ടപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇവർ ചില കാളകൾ നമ്മൾ നാക്ക് നീട്ടിയൊക്കെ കാണിച്ച്. അപ്പോൾ അവർ പറഞ്ഞത് ചില ആളുകൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കും, അതിനാണ് നാക്ക് നീട്ടി കാണിക്കുന്നതെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു അയ്യോ ഞങ്ങളൊന്നും കൊണ്ടുവന്നില്ലല്ലോ, അടുത്ത പ്രാവശ്യം വരുമ്പം നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പം എൻ്റെ മോൻ പറഞ്ഞു എന്നാൽ അവൻ വാങ്ങിച്ചുകൊണ്ട് വരാം, പഴവും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് വന്നപ്പോൾ കുറേ പഴവും കുറച്ച് ക്യാരറ്റും കൊണ്ടുവന്നു. അപ്പോൾ അത് കൊടുക്കാവുന്ന കടക്കാരും പറഞ്ഞ് ക്യാരറ്റും പഴമൊക്കെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, ഓരോന്നൊക്കെ അല്ലേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞങ്ങൾ ഓരോന്നൊക്കെ കൊടുത്തു. അവിടെ ഒരു 40 കൂടുതൽ കാളകളുണ്ടെന്ന് തോന്നുന്നു. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. കുറേ വലുതാണ്, 2-3 ചെറിയ കുഞ്ഞുങ്ങളേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവർക്കൊക്കെ കൊടുത്തു ലാസ്റ്റ് തീരാറായപ്പോഴാണ് 2 പേര് ഓടി വന്നത്. ഇതിനകത്ത് ആരാ നിൽക്കുന്നതെന്ന് ചോദിച്ച് വന്ന്. എന്നിട്ട് പറഞ്ഞ് എങ്ങനെ കയറരുത്, ഇങ്ങനെ കയറിയ ഇവിടെ ഒരാളെ ഇവിടുത്തെ ജോലിക്കാരൻ തന്നെയാണ് അതിൻ്റെ കയറ് കെട്ടിക്കൊണ്ട് നിന്നപ്പോൾ അടുത്ത് നിന്ന് വേറെ ഒരു കാള കൊമ്പ് കൊണ്ട് തട്ടിയാണ് ആളിൻ്റെ കാല് മുറിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ 2 ഡബിൾ ചെയിനായിട്ടിരിക്കുന്ന, അപ്പം നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം, ആര് പറഞ്ഞിങ്ങനെ കയറാനെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, അവർ വന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ കയറി ഇങ്ങനെ കൊടുത്തത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പഴമൊക്കെ ഇത് വലിയ കാര്യമായിട്ടൊക്കെ വാങ്ങിച്ചു തന്നു, ഒരു ദേഷ്യവും കാണിച്ചില്ല, ഞങ്ങളെ ഓടിച്ചതും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ അതും പറഞ്ഞ് ഞങ്ങളതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ പുറത്തൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ സാധനം വാങ്ങിച്ച് വയ്ക്കുക, എന്നിട്ട് ഈ ജോലിക്കാർ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത് നോക്കിക്കുക, ഒരു എഴുത്തിലാണ്. ഇവിടെ നല്ല വൃത്തിയാണ്, ഒരു സ്മെല്ലും ഇല്ല. ഇത് അവർ കുടിച്ചതിൻ്റെയോ അല്ലെങ്കിൽ അവിടെ കഴുകിയതിൻ്റെയോ ആണ് കുറച്ച് വെള്ളം കിടക്കുന്നത്. പിന്നെ കാണാൻ വരുന്നവർ അവരോട് ചോദിച്ചിട്ടൊക്കെ അകത്ത് കയറി കാണാം. ചെറിയ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തൂടെ നടക്കുമ്പം ഒരു തെറ്റലുണ്ട്, നമ്മളൊന്ന് സൂക്ഷിച്ച് നടക്കണം. അങ്ങനെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം കൊടുക്കുന്നത്. പക്ഷെ നല്ല എന്തനുസരണയുള്ള കാളക്കുട്ടന്മാരാണെന്നറിയാമോ. ഇവരെയൊക്കെയാണ് അമ്പലത്തിൽ ഓരോ ദിവസവും എഴുന്നള്ളിക്കുന്നത്. ഈ നമ്മളാ വെളിയിൽ കാണുന്ന ഭഗവാന്റെ ഇതൊക്കെ വെച്ചിട്ട് കെട്ടിയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ട് നമ്മൾ തൊഴുന്നത് ഈ കാളകളെയാണ്. ഓരോ ദിവസമാണ് ഓരോരുത്തർ 2-3 കാളകളെയൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അതിന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇവരിൽ ഓരോരുത്തരെയാണ് അതിനകത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവരെ എല്ലാം തൊഴുതു, ഓരോ പഴമൊക്കെ കൊടുത്തു. അങ്ങനെ നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് വന്ന് പിന്നെ കഞ്ഞി കുടിക്കാൻ കയറി. കഞ്ഞിയും കുടിച്ച് കഴിഞ്ഞ് അവിടെ കുറേ നേരം ഇരിക്കുമല്ലോ. ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോഴൊക്കെയാണ് ആ കാളയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞത്. ചില കാളകളൊക്കെ ആണെങ്കിൽ ക്യാരറ്റൊന്നും കഴിക്കുന്നില്ല, അതിനിഷ്ടമില്ല. അവർക്കൊക്കെ നല്ല ആഹാരം കൊടുത്തിട്ടേക്കല്ലേ, അവർക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. അത് പിന്നെ നമ്മൾ ചെല്ലുന്നവർ നമ്മുടെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു. ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളത് ഇങ്ങനെ തുറന്നിട്ടേക്കുന്ന കണ്ടത്.
ഇതിന് പുറത്ത് നിന്നേ സാധാരണ എല്ലാവരും കണ്ടിട്ടങ്ങ് പോവുക ചെയ്യുന്നത്. ഇന്ന് സമയം കിട്ടി ഞങ്ങൾ കൊടുത്തു. ഇനി ഇതെന്തെങ്കിലും പ്രശ്നമാവുമോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് കയറെങ്ങാനും പൊട്ടിക്കുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഓടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. നമുക്ക് പെട്ടെന്നൊന്നും ഓടാനൊന്നും പറ്റത്തില്ലല്ലോ, അവിടെ തെറ്റലുണ്ട് അവിടെ. പിന്നെ അങ്ങനെ എന്തായാലും ഭഗവാൻ രക്ഷിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം കണ്ടത്. നല്ല ഭംഗിയാണ്, നല്ല പാവങ്ങളുമാണ്, വലിയ കാളകളാണ്. ഭഗവാന്റെ വാഹനമല്ലേ, വലിയ കാളകളാണ്. ഈ പുറമൊക്കെ ഒത്തിരി പൊങ്ങിയിരിക്കുന്ന പല പല വെറൈറ്റി കാളകളാണ്. ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് വെളിയിലൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ വെക്കാനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള പഴം ഞങ്ങൾ അതിനകത്ത് ഇടുകയും ചെയ്തു. ക്യാരറ്റും പഴവും ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ വെളിയിലിട്ടു. ഇത് അമ്പലത്തിൻ്റെ സദ്യാലയം, കഞ്ഞി കിട്ടുന്ന സദ്യാലയം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പശുക്കളുടെ എരുത്തിലുള്ളത്. പശുക്കളല്ല, കാളകളുടെ എരുത്തിലുള്ളത്. നമുക്ക് പെട്ടെന്ന് പശു എന്നാണ് ഓർമ്മ വരുന്നത് കേട്ടോ, കാളകൾ. അത് കഴിഞ്ഞായിട്ട് ഞങ്ങൾ വന്ന് കഞ്ഞി കുടിക്കുന്നു.